അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ഫിനാലയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ടു ഫിനാലയുടെ ടാസ്കുകളൊക്കെ പുരോഗമിക്കുകയാണ് ഹൗസിനകത്ത്. അപ്പോൾ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലയുടെ 4ാമത്തെ ടാസ്ക്കാണ് ഇന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 7ന്റെ പണിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചിമിട്ടം പണിയാണ് ബിഗ് ബോസ് നമ്മുടെ കണ്ടസ്റ്റൻസിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി റൂമിനകത്ത് ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും പേര് എഴുതിയിട്ടുള്ള ഒരു പോയിന്റുകളുണ്ട്. ആ പോയിന്റിൽ അവരവിടെ ചെന്ന് നിന്നിട്ട് അവർ കൈ ഉയർത്തിപ്പിടിക്കണം. ആ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അവിടെ ഒരു ജനൽപ്പാളിയാണ്. ആ ജനൽപ്പാളി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കാം. ഇതേപോലെയാണ് അവരുടെ ആ ഒരു ഗെയിം ഉണ്ടായിരുന്നത്. ആ ഒരു ജനൽപ്പാളി സ്ക്രൂ കൊണ്ട് അഴിച്ചിട്ട് നമ്മളതിങ്ങനെ കൈ കൊണ്ട് തള്ളിപ്പിടിക്കണം. അതിൻ്റെ മുകളിൽ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൗഡർ വാരി വിട്ടിട്ടുണ്ടായിരുന്നു. പൗഡർ എന്ന് പറയുമ്പോൾ അരിപ്പൊടി മാതിരിയുള്ള സംഭവങ്ങൾ അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിറ്റിന് വേണ്ടിയിട്ട്. അത് ഒരു കൈ കൊണ്ട് ആ ഒരു ജനൽപ്പാളി ഇങ്ങനെ തള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ജനൽപ്പാളി എന്ന് പറയുമ്പോഴത്തേക്കും കൈ എടുത്തു കഴിഞ്ഞാൽ 2 ഫ്ലാപ്പും കൂടെ നേരെ ഒന്ന് താഴെ വീഴും. അതിലുള്ള പൗഡറും നേരെ കണ്ടസ്റ്റൻസിൻ്റെ മേളിലോട്ട് വീഴും. അപ്പോൾ ഇത് ആ പൊടി മേളിൽ നിന്ന് താഴോട്ട് വീഴാതെ പിടിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ടാസ്ക്. ആദ്യമായിട്ട് ആരാണോ കൈ വിടുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ നിന്ന് ആരാണോ ഔട്ടാവുന്നത് അവർ ഈ ഗെയിമിൽ നിന്ന് ടോട്ടലി ക്വിറ്റായി പോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടായി വരുന്നവർക്കായിട്ട് ബിഗ് ബോസ് അവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് ബോൾസ് വെച്ചിട്ടുണ്ട്. ഈ ബോൾ എടുത്തുകൊണ്ട് ഇപ്പം നിലവിൽ മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന മത്സരാർത്ഥികളുടെ ദേഹത്തേക്ക്, അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഷാനവാസിന് അനുമോൾ എറിയണമെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഔട്ടായി കഴിഞ്ഞാൽ ഷാനവാസിന് ഇറങ്ങി വന്നിട്ട് ഷാനവാസിന് അനുമോളിൻ്റെ ദേഹത്തേക്ക് പന്തെറിയാം. അനുമോളെ മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആരെ വേണമെന്നുണ്ടെങ്കിൽ എറിയാം. അതായത് നിലവിൽ മത്സരാർത്ഥികളായിട്ട് നിൽക്കുന്നവരെ എറിഞ്ഞ് വീഴ്ത്താം. പ്ലസ് അത് മാത്രമല്ല അവർ ഈ കണ്ടസ്റ്റൻസ് ഓരോ ഈ ജനൽപ്പാളി ഇങ്ങനെ തള്ളി വെച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതിൻ്റെ മുകളിലേക്ക് ബിഗ് ബോസ് പൗഡറുകൾ ഇട്ട് വെയിറ്റ് കൊടുക്കുന്നത് പോലെ തന്നെ ഈ കണ്ടസ്റ്റൻസിന് ഈ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന പന്തുകളും എടുത്ത് ഈ ഒരു ജനൽപ്പാളിയുടെ മുകളിലേക്ക് ഇട്ട് വെയിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. കിടിലൻ ഗെയിമല്ലേ, 7ന്റെ പണിയല്ലേ ബിഗ് ബോസ് കൊടുത്തത്. അപ്പം യൂഷ്വലി ഏറ്റവും കൂടുതൽ ടൈം ആരാണോ ഈ ഒരു ജനൽപ്പാളി തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരായിരിക്കും ഈ ഒരു ടാസ്കിലെ വിജയി. ഇപ്പം നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് 9 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. അതിൽ ഈ ഒരു ടാസ്കിൽ ഫസ്റ്റ് ഔട്ടായി വന്നത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു. ഷാനവാസ് ആദ്യമായിട്ട് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഷാനവാസിൻ്റെ പിറകിൽ സനീഷ്, സാബ് മോൻ, ആദില അങ്ങനെ മറ്റുള്ളവരായിട്ട് ഓരോരുത്തരായിട്ട് ഔട്ടായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഷാനവാസ് ഇറങ്ങി വന്നിട്ട് ഷാനവാസ് നെവിനെ ടാർഗറ്റ് ചെയ്താണ് ബോൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓൾറെഡി രാവിലെ വീട്ടിലൊരു ഫൈറ്റല്ല ഒരു ചെറിയൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഷാനവാസ് നെവിനെ ടാർഗറ്റ് ചെയ്താണ് പന്തെറിഞ്ഞത്. ഇതിലെ കോമഡി എന്ന് പറഞ്ഞാൽ നെവിൻ ഔട്ടായി കഴിഞ്ഞതിന് ശേഷം നെവിൻ ടാർഗറ്റ് ചെയ്തത് അനുമോളെ നിരന്തരം എറിഞ്ഞ് ബിഗ് ബോസ് 2-3 തവണ നെവിന് വാണിംഗ് കൊടുത്തു. കാരണം ബിഗ് ബോസ് പന്തെറിയാനായിട്ട് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിൽ നിന്നിട്ട് ആർക്കായാലും ഈ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെതിരെ ബോൾ എറിയാൻ